നമ്മളൊരു കൗമാര പ്രായത്തിലോട്ട് കടക്കുമ്പോൾ നമ്മൾ പോലും അറിയാത്ത കുറേ വ്യത്യാസങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ? ആ സമയങ്ങളിലാണ് നമ്മളെ ഹോർമോൺസ് ആണ് നമ്മളെ അപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു ടീനേജിനെ നമ്മൾ പറയുന്നത് വളരെ സ്ട്രെസ്സും സ്ട്രെയിനും നിറഞ്ഞ ഒരു കാലഘട്ടമായിട്ടാണ്. ആ ടൈമിലാണ് നമ്മളെ പുബേർട്ടി നമ്മൾ ഹിറ്റ് ചെയ്യുക. ആ സമയത്താണ് നമ്മളൊരു പ്രായപൂർത്തി എത്തുക. ആ സമയങ്ങളിൽ ഒരുപാട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഇമോഷൻസ്, നമ്മളെ ഹോർമോൺസ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയങ്ങളിലാണ് നമ്മൾ പോലും അറിയാതെ ഓപ്പോസിറ്റ് സെക്സിനോട് നമുക്കൊരു താല്പര്യം തോന്നുക അല്ലേ? നമ്മുടെ ഓപ്പോസിറ്റ് ജെൻഡറായ പെണ്ണാണെങ്കിൽ ഒരു ആണിനോടും ആണാണെങ്കിൽ ഒരു പെണ്ണിനോടൊക്കെ ഒരു താല്പര്യം തോന്നി തുടങ്ങുന്ന ഒരു പ്രണയം, ഒരു സ്നേഹം നമുക്ക് പോലും മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ തോന്നുന്നത് എന്നുള്ളത്. പക്ഷെ ആ പ്രായത്തിൻ്റെ ഒരു പ്രശ്നമാണ് അത്. അങ്ങനെയാണ് ആ പ്രായത്തിൽ നമ്മളുടെ ഹോർമോൺസ് വർദ്ധിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സം ഫാക്ട്സ് അബൌട്ട് ലവ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രണയത്തിൻ്റെ ഒരു ശാസ്ത്രീയ വശം. എന്തുകൊണ്ടാണ് ഈ പ്രണയം തോന്നുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് ഒരാളോട് സ്നേഹം തോന്നുന്നത് എന്നതിൻ്റെ ഒരു ശാസ്ത്രീയ വശം. ഞാൻ പറഞ്ഞതുപോലെ ഹോർമോൺസ് ആണത്. ആണുങ്ങൾക്ക് ടെസ്റ്റോസ്റ്റിറോണും പെണ്ണുങ്ങൾക്ക് അത് ഈസ്ട്രജനുമാണ്. ഈ ഒരു ഈസ്ട്രജനും ടെസ്റ്റോസ്റ്റിറോണുമാണ് നമ്മളെ ഈ ഒരു ലവ് എന്ന് പറഞ്ഞൊരു ഫാക്ടറിനെ ഉണ്ടാക്കുന്നത്. നമുക്കൊരാളെ കാണുമ്പോൾ കൂടുതലായിട്ട് ഡോപ്പമൈൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ അവിടെ ഒരു ഡോപ്പമൈൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യണം. അതുമൂലമാണ് നമുക്ക് ഒരാളോട് പ്രണയം, സ്നേഹം ഒക്കെ തോന്നുക. സെക്കൻഡ് വൺ ആണ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈല്. ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് അറ്റാച്ച് ചെയ്യുന്നു എന്നതിലാണ്. ഇപ്പോൾ ഒരു ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് ആവാം. നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇഷ്ടം തുറന്ന് പറയാനുള്ളൊരു പേടി, ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തിരിച്ച് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആങ്ഷ്യസ് ആവുക. അതിനെയാണ് നമ്മൾ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയാം. അല്ലെങ്കിൽ ചിലപ്പം നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ട, അത് വേറെന്തിലേക്കും ചെന്ന് ചാടും, അല്ലെങ്കിൽ എന്നെ തന്നെ അത് വിഷമിപ്പിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്ത് കളയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അവോയ്ഡ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറയാം. പിന്നത്തെ ഒരു പ്രശ്നമാണ് നമ്മൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് കുറേ കാലം പ്രണയിച്ചു. അപ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇയാൾ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒന്നിനും പറ്റില്ല, അല്ലെങ്കിൽ ദിസ് ഈസ് മൈ ട്രൂ ലവ്, ഇനി ഞാൻ ഒരിക്കലും ഒരു ട്രൂ ലവിനെ കണ്ടെത്തില്ല. പക്ഷെ തികച്ചും തെറ്റാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമല്ല നമ്മൾ ഒരു യഥാർത്ഥ പ്രണയം കണ്ടെത്തുക. നമുക്ക് ജീവിതത്തിൽ ഇനിയും ഒരുപാട് പോകാനുണ്ട്. അവിടെ എവിടെയെങ്കിലും വെച്ച് നമ്മളൊരു യഥാർത്ഥ പ്രണയം കണ്ടെത്തിയിരിക്കും. ഈ കുറേ കാലം പ്രണയിച്ച് പിന്നീട് ബ്രേക്കപ്പ് ആയവരും പിന്നീട് കല്യാണം കഴിച്ചൊക്കെ ജീവിക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പം ഈ ട്രൂ ലവ് ഒരിക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഇയാൾ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തീരും എന്നുള്ളൊരു തോട്ട് മാറ്റി വെക്കുക. പിന്നത്തെ ഒരു പോയിന്റാണ് ഡോണ്ട് ലൂസ് യുവർ സെൽഫ് റെസ്പെക്ട്. ഒരു റിലേഷൻഷിപ്പിൻ്റെ ബാക്കിൽ പോയിട്ട് ഒരിക്കലും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കളയാതിരിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഒരാളോട് പോയിട്ട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ടായിരിക്കും, അയാൾ വളരെ കോമഡി ആയിട്ട് അയാളുടെ ഫ്രണ്ട്സിന് മുമ്പിൽ നിങ്ങളെ കളിയാക്കി വിട്ടു. അവിടെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ആണ് പോകുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള റെസ്പെക്റ്റ് മാത്രമല്ല, ബാക്കിയുള്ളവർക്ക് നിങ്ങളോടുള്ള റെസ്പെക്റ്റും കൂടെയാണ് അവിടെ പോകുന്നത്. അപ്പം ഈ എത്രയൊക്കെയാണെങ്കിലും ഒരു വില തോന്നാത്ത ഇങ്ങനെ ചില പയ്യന്മാരുടെ ബാക്കിൽ നടന്ന് ഇഷ്ടം പറഞ്ഞ് ആ ആളെ ഇഷ്ടപ്പെടിപ്പിക്കുന്ന ആൾക്കാർ. പക്ഷെ അതുമൂലം നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ ഒരു റെസ്പെക്റ്റിനെയാണ്. നിങ്ങൾക്ക് പോലും ഒരു വിലയില്ല. എത്ര കേട്ടാലും എന്തൊക്കെ ആരുടെ മുമ്പിൽ പറഞ്ഞാൽ പോലും അയാൾക്കൊരു വിലയില്ലാതായിട്ടുണ്ടായിരിക്കും. അപ്പം എപ്പോഴും റിലേഷൻഷിപ്പിൻ്റെ ബാക്കിൽ പോയി നിങ്ങളുടെ റെസ്പെക്റ്റ് കളയാതിരിക്കുക. അതുമൂലം നിങ്ങൾക്ക് ബാക്കിയുള്ളവർ തരുന്ന ഒരു റെസ്പെക്റ്റ് പോലുമാണ് അവിടെ പോയി പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഈ എല്ലാ ഫാക്ട്സും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.